ആരാടാ എന്റെ കണ്ണിൽ മുളക് പൊടി ഇട്ടത്? എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേഗം പറ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? കൊച്ചളിയാ ലെഫ്റ്റിൽ പോ. കൊച്ചളിയാ ഇപ്പൊ റൈറ്റിൽ പോ. വലിയളിയാ, എനിക്ക് കണ്ണു നീറുന്നു. വേഗം വെള്ളം താ, ഇത് ഞാൻ കഴുകട്ടെ. എടാ ഹണി, എനിക്ക് താ. ഇല്ല, ഇത് എന്റേതാണ്. എനിക്കുള്ളതാ, എനിക്കിതാ. ഇല്ല, ഇത് എന്റേതാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങള് റിമോട്ട് കളി കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. സൈലന്റ് ആയിരിക്കൂ. അതെ, എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? എനിക്ക് കാര്യം പിടികിട്ടി. ആരോ വരാൻ പോവാണ്. നമ്മുടെ വീട്ടിലേക്ക് ആരാണ് വരാൻ പോകുന്നത്? ഏതോ മജീഷ്യൻ വരാൻ പോകുന്നാ എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ നിനക്കറിയാം? കാരണം അവർക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാൻ കഴിയും. അങ്ങ് തീർച്ചയായും എന്റെ ഏറ്റവും വലിയൊരു അതിഥിയാണ്. അല്ല, ആരായിരിക്കും പുതിയ അതിഥി? ഒരു പക്ഷേ പാറുക്കാരായിരിക്കോ? അല്ല. ഭയൽവാൻ ഖാൻ? അല്ല. ചിലപ്പോ പാലുകാരനായിരിക്കും. രാവിലെ പാല് തരാൻ വന്നിട്ട് വൈകിട്ട് പൈസ ചോദിക്കാൻ വരുന്നതായിരിക്കും. പെറ്റ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമേ അല്ലേ? അതിന്റെ അടുത്തേക്ക് പോലും വരില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. വരുന്ന അതിഥി കാരണം നമുക്കൊരു 8ന്റെ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. അതെയോ? ബോർഡിംഗ് സെന്ററിലോ? എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിഥി വരുന്നത് കാരണം നമ്മളെ എല്ലാരെയും മാഡം ബോർഡിംഗ് സെന്ററിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്യാണെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ബണി. നമുക്ക് എന്തായാലും നല്ല പെറ്റ്സ് ആയിട്ട് മാറാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മേഡം നമ്മളെ ബോർഡിംഗ് സെന്ററിലേക്ക് അയക്കില്ല. സൂപ്പർ ഐഡിയ. നോക്കൂ കുട്ടികളെ, വീട്ടിലേക്ക് അതിഥി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് ജോലി ചെയ്തു തരണം. മേഡം, ഞങ്ങളുണ്ട്. എല്ലാ പണിയും ഞങ്ങൾ ചെയ്യാം. ഈ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നോളൂ. അങ്ങ് സുഖമായിട്ട് വിശ്രമിച്ചോളൂ. അതെ മാഡം, അങ്ങ് സുഖമായിട്ട് വിശ്രമിച്ചോളൂ. നിങ്ങൾ എന്നോട് വിശ്രമിക്കാൻ പറയുകയാണോ? അതെനിക്ക് പ്രശ്നമുണ്ടാക്കാൻ നോക്കിയാണോ? നിങ്ങൾ പോയിക്കോ, ഞാൻ വിശ്രമിച്ചോളാം. ഇത് ചൈനീസിലാണല്ലോ എഴുതിയിരിക്കുന്നത്. എടാ കഴുതേ, ഇത് ചൈനീസ് ഒന്നും അല്ല. നീ ഇത് തറകുത്തന വായിക്കുകയാണ്. പുല്ല് മുഴുവൻ ചെത്തിക്കളയണം, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, മുറ്റമെല്ലാം അടിച്ചു വാരണം, ചെടികളെല്ലാം വെട്ടി ഒതുക്കണം, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണം, ഡ്രൈക്ലീനിൽ നിന്നും തുണികൾ വാങ്ങണം. മതി കൊച്ചളിയാ മതി. ഇതെല്ലാം കേൾക്കുമ്പോഴേ എനിക്ക് തല ചുറ്റിയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത്രയും ജോലി ചെയ്ത് തീർക്കുമ്പോഴേക്കും സന്ധ്യയാകും. സംശയമുണ്ടോ? പിന്നെ എന്താണ് ചെയ്യുക? പിന്നെ നമുക്ക് വൈകിട്ട് സിനിമ കാണാം. ഞാൻ ഇപ്പൊ തന്നെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എടാ, നിന്റെ പേര് ഹണി എന്നല്ല, പെട്ടെന്ന് വെക്കേണ്ടതായിരുന്നു. സൂർദാർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ പണികളൊക്കെ എങ്ങനെ തീർക്കുമെന്നാണ്. എന്റെ പക്കൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം എത്രയും വേഗത്തിൽ ചെയ്തു തീർക്കാം. പക്ഷെ അത് എങ്ങനെ? ഇതൊരു സ്പെഷ്യൽ എണ്ണയാണ്. ഈ എണ്ണ പെട്രോളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്പീഡ് നമുക്ക് കിട്ടും. ഹണി, നീ തന്നെ ഒഴിക്ക്. കഴുതേ, നീ എന്തിനാ തലേ തേച്ചത്? നീയല്ലേ പറഞ്ഞത് ഒഴിക്കാൻ? എടാ കഴുതേ, തലയിലല്ല, വാട്ടർ പമ്പിലാണ് ഞാൻ ഒഴിക്കാൻ പറഞ്ഞത്.
എല്ലാം വേഗം വാങ്ങിക്കണം. നീ എന്തിനാ ഇത്ര അധികം വാങ്ങിയത്? ബണ്ണി, അടുത്ത പണി എന്താണെന്ന് പറയേ. അടുത്ത പണി ഡ്രൈ ക്ലീനിൽ നിന്ന് തുണി വാങ്ങണം, കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം. നമ്മുടെ പക്കൽ ഇനി 1 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. വണ്ടി എടുത്തോണ്ട് പോയാൽ നമുക്ക് വേഗം പണി തീർക്കാം. ഹണി, പോപ്പട്ട്, ഇതാ സാധനങ്ങളുടെ ലിസ്റ്റ്. എല്ലാം വേഗം വാങ്ങിക്കണം, സമയം താമസിക്കരുത്. അതിനിടയ്ക്ക് ഞാനും സോർദാറും ഡ്രൈ ക്ലീനിൽ നിന്നും തുണി വാങ്ങിക്കൊണ്ടുവരാം. ഈ ബണ്ണി വരാൻ എന്താ ഇത്രയും താമസിക്കുന്നത്? നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ പോണം. നമ്മൾ എത്തുന്നതിന് മുമ്പ് അവിടെ അതിഥി എത്തുകയാണെങ്കിൽ വീട്ടിൽ നിന്നും നമ്മളെ മേഡം തീർച്ചയായും പുറത്താക്കും. സാധനങ്ങളൊക്കെ എവിടെ? അതൊക്കെ എപ്പോഴോ റെഡിയാണ്. സംശയമുണ്ടോ? ലിസ്റ്റിൽ 5 സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ ഇത്ര അധികം വാങ്ങിയത്? നീയല്ലേ എന്നോട് പറഞ്ഞത് ഒരു സാധനങ്ങളും വിടാതെ എല്ലാം വാങ്ങണമെന്ന്? കഴുതേ, ഞാൻ ലിസ്റ്റിൽ എന്തെഴുതിയിരുന്നോ അതാണ് ഒന്നും വിടാതെ വാങ്ങാൻ പറഞ്ഞത്. നീ മുഴുവൻ കട തന്നെ വാങ്ങിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? തിരിച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം നഷ്ടമാകും. മാഡത്തിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ആ സാധനങ്ങൾക്ക് എടുത്തോട്ടെ. ബാക്കി വരുന്ന സാധനങ്ങൾ നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാം. സംശയമുണ്ടോ? എന്നാൽ ഇത് മുഴുവൻ കാറിൽ എങ്ങനെയാണ് കയറ്റാൻ പറ്റുക? ഇനിയിപ്പോ എന്താ ചെയ്യുക? ആരാടാ എന്റെ കണ്ണിൽ മുളക് പൊടിയിട്ടത്? എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേഗം പറ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? കൊച്ചളിയാ ലെഫ്റ്റിൽ പോ. കൊച്ചളിയാ ഇപ്പൊ റൈറ്റിൽ പോ. വലിയളിയാ, എനിക്ക് കണ്ണു തീർന്നു. വേഗം വെള്ളം താ, ഇത് ഞാൻ കഴുകട്ടെ. ഇതൊക്കെ എന്താണ്? ഇത് മാഡത്തിന് ഡ്രൈ ക്ലീൻ ചെയ്ത തുണിയാണ്. ഇല്ല, ഇതൊക്കെ എന്റെ അല്ല. ഇതൊക്കെ വേറെ ആരുടെയാണ്. ഇപ്പോൾ തന്നെ ഡ്രൈ ക്ലീനിങ് കടയിൽ കൊടുത്തേക്കൂ. ഞാൻ വെറും 5 സാധനങ്ങളാണ് വാങ്ങാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്റെ കാറിൽ ചന്തയാക്കിയിരിക്കുകയാണ്. അതെ മാഡം, ഞങ്ങൾ എല്ലാ ബ്രാൻഡും വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മാഡമാണ്. മാഡം എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് 10 മിനിറ്റിൽ പോകേണ്ടതാണ്. പ്ലീസ്, ഇനി നിങ്ങൾ വേറെ പണിയൊന്നും ചെയ്യണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാർ ഒന്ന് വൃത്തിയാക്കൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ വൃത്തിയാക്കാം മാഡം. അതിനു മുമ്പ് നിങ്ങളൊന്ന് വൃത്തിയാക്കൂ. മാഡം വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. തോന്നേണ്ട ആവശ്യമില്ല കഴുതേ, മാഡം ദേഷ്യത്തിൽ തന്നെയാ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി എന്തു ചെയ്യാണെങ്കിലും മേഡം ചെയ്തുകൊള്ളും. ഇന്നു മുതൽ നമ്മുടെ കിടക്ക പുറത്തായിരിക്കും. നമ്മുടെ കയ്യിൽ ഇനിയും ഒരു ചാൻസ് കൂടിയുണ്ട്. മാഡം പോകുന്നതിന് മുമ്പ് കാർ നന്നായിട്ട് വൃത്തിയാക്കാം. അതോടുകൂടി മാഡത്തിന് ദേഷ്യം തീരും. കാർ കാണാൻ ഇപ്പോൾ നല്ല പുതിയതുപോലെയുണ്ട്. വെൽഡൻ കുട്ടികളെ, ഞാൻ പോയി അതിഥിയെ കൂട്ടിക്കൊണ്ടുവരാം. അല്ല, ഇത് എന്താണ്? മാഡം അത് ഹൽവയുടെ പാക്കറ്റാണ്. അത് ഇതുവരെ കാണാനില്ലായിരുന്നു, എന്നാ ഇപ്പൊ കണ്ടു കിട്ടി. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് സംസാരിക്കാം. മേഡം, കൂട്ടുകാരെ, എന്നെ വേഗം രക്ഷിക്കേ. എടാ, പോപ്പട്ടിനെ വേഗം രക്ഷിക്കണം. പെട്ടെന്ന് വാ. പോപ്പട്ടിനെ വേഗം രക്ഷിക്കണം.
അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മാഡം അത് പിന്നെ ഞങ്ങള് പിന്നെ മാഡം, ഞങ്ങൾ നിങ്ങളുടെ അതിഥിയെ റിസീവ് ചെയ്യാൻ വന്നതാണ്. മാഡത്തിനോട് ചോദിക്കാതെ മാഡം അറിയാതെ തന്നെ നിങ്ങളുടെ പിറകെ ഞങ്ങൾ വന്നതാ. വന്നു എന്നൊന്നും പറയണ്ട, ഓടി എന്ന് പറഞ്ഞാ മതിയല്ലോ. മുത്തശ്ശി. ആ, മുത്തശ്ശി ഇവർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്? അടിപൊളി, എത്ര മനോഹരമായ പെറ്റ്സ് ആണ്. കുട്ടികളെ, നമ്മുടെ ഈ മുത്തശ്ശിക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഈ സ്വഭാവം കണ്ടാൽ അറിയാം ഇവർക്ക് പെറ്റ്സിനെ വളരെ ഇഷ്ടമായിരിക്കുമെന്ന്. സംശയമുണ്ടോ? നിങ്ങളോട് ആരാണ് പറഞ്ഞത് മുത്തശ്ശിക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ല എന്ന്? അങ്ങനെ അല്ലെങ്കിൽ മാഡം എന്തിനാ ഞങ്ങളെ ബോർഡിംഗ് സെന്ററിലാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്? അത് ശരി. അല്ലല്ലല്ല, അത് ഞാൻ സംസാരിച്ചത് നിങ്ങളെ കുറിച്ചല്ല. പിന്നെ ആരെ കുറിച്ചായിരുന്നു സംസാരിച്ചത്? ഞാൻ മുത്തശ്ശിയുടെ പെറ്റായ ലൈലയെ കുറിച്ചാണ് പറഞ്ഞത്. ലൈല വല്ലാത്ത നാണക്കാരിയാണ്. മറ്റുള്ള പെറ്റ്സിനെ കണ്ടാൽ അവൾ വല്ലാതെ പേടിക്കും. അതുകൊണ്ടാണ് മുത്തശ്ശി എന്നോട് ചോദിച്ചത് ലൈലയെ കൂടെ കൊണ്ടുവരണമോ അതോ പെറ്റ് സെന്ററിലാക്കിട്ട് വരണമോ എന്ന്. എന്റെ മോൾ എന്നോട് പറഞ്ഞു അവളുടെ പെറ്റ്സ് നല്ല കുട്ടികളാണെന്ന്. ലൈലയ്ക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അതെ അതെ, ഞങ്ങൾ ഇവളെ സ്നേഹിച്ചൊരു വഴിയാക്കും.